5 മാസം നീണ്ടുനിന്ന ഭാരത് ജോഡോ പദയാത്രയ്ക്ക് സമാപനം. ശ്രീനഗറിലെ ലാൽ ചൌക്കിൽ രാഹുൽ ഗാന്ധി പതാക ഉയർത്തിയതോടെ പദയാത്രയ്ക്ക് പരിസമാപ്തിയായി. കന്യാകുമാരിയിൽ നിന്ന് 2022 സെപ്റ്റംബർ 7 തുടങ്ങിയ പദയാത്ര 4080 കിലോമീറ്ററാണ് പിന്നിട്ടത്. നാളെ ഷേറി കശ്മീർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നിരയിലെ 13 പാർട്ടികൾ പങ്കെടുക്കും. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, 4080 കിലോമീറ്റർ താണ്ടിയാണ് രാഹുൽ ഗാന്ധി കശ്മീരിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 5 മാസം നീണ്ടുനിന്ന ഭാരത് ജോഡോ യാത്ര. ഈ ഒരുപാട് വിവാദങ്ങൾ, പ്രശ്നങ്ങൾ, വിമർശനങ്ങളൊക്കെ നേരിട്ട് അതിനിടയിൽ കൂടിയായിരുന്നു യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് പാർട്ടി എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്? തീർച്ചയായും ഒരു ചെറിയ കാര്യമല്ല. 4080 കിലോമീറ്റർ 135 ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് ഈ പദയാത്ര പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് നിശ്ചയിച്ച പ്രകാരം പദയാത്ര ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് 12 മണിയോടുകൂടി ലാൽ ചൌക്കിൽ എത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധി ഈ പദയാത്രയ്ക്ക് സമാപനം കുറിക്കുന്നതിനായി അവിടെ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഒപ്പം തന്നെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വെല്ലുവിളികളും ഒക്കെ തന്നെ ഈ സെപ്റ്റംബർ 7 ഈ കന്യാകുമാരിയിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ BJP നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുള്ള പല വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. ഒരു പാതി വഴിയിൽ ഈ ഒരു യാത്ര നിർത്തി കോൺഗ്രസ് പിന്നാക്കം പോകുമെന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, എല്ലാ വിമർശന ശരങ്ങളെയും അതിജീവിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഒരു യാത്ര ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെയാണ് ഇതിൻ്റെ സമാപന ചടങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. സമാപന ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശ്രീനഗറിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കശ്മീരിലെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സമാപന ചടങ്ങ് നടക്കുന്നത്. 24 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് അധ്യക്ഷൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 13 രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ് നിലവിൽ ഔദ്യോഗികമായി ഈ ഒരു സമാപന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമാപന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു യാത്രയിലുടനീളം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ വീഴ്ചകൾ ഉണ്ടായിരുന്നു. ആ വീഴ്ചകൾ ഒക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര കഴിഞ്ഞ ദിവസം വീണ്ടും ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് കോൺഗ്രസ് ഈ ഒരു സമാപന ചടങ്ങിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ, എല്ലാ ഒരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയായി എന്ന് തന്നെയാണ് അല്പസമയത്തിന് മുമ്പ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, ഈ വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ് ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. അതിൽ എങ്ങനെ ഈ യാത്ര പ്രതിഫലിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. കൂടാതെ തന്നെ സെമിഫൈനൽ എന്നുള്ള രീതിയിൽ 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. അടുത്ത മാസം 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. അതിലെയൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ യാത്ര വലിയ രീതിയിൽ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. എന്തായാലും 4080 കിലോമീറ്റർ പിന്നിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പദയാത്ര ഇപ്പോൾ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.